ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുന്നത്? ഇന്ന് ചപ്പാത്തിയും പനീർ കറിയും ഉണ്ടാക്കാം. എന്നാൽ പിന്നെ ആരംഭിക്കാം. ഓ സ്വാദിഷ്ടമായ പനീർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കൂ. മൂന്ന് സവാള, 5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 തക്കാളി, ഒരു പാക്കറ്റ് പനീർ ക്യൂബ്സ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല, ജീരകം, പെരുംജീരകം, മസാലക്കൂട്ട് എന്നിവയാണ്. ആദ്യം നമുക്ക് സവാള വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് സവാള അതിലേക്ക് ഇട്ട് ഇളക്കണം. ബ്രൗൺ നിറമാകുന്ന വരെ ഇത് വറക്കണം. ഇതിൻ്റെ ഇടയിൽ തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായി അടിച്ചെടുക്കണം. സവാള റെഡിയായി കഴിഞ്ഞു. നമുക്കത് കോരിയെടുക്കാം. ഇതേ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്തെടുക്കാം. ഇവ വറുത്ത ശേഷം ആറാൻ വയ്ക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടി മിക്സിയിൽ എടുത്ത് അടിച്ചെടുക്കണം. വീണ്ടും പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പും ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ജീരകം, പെരുംജീരകം എന്നിവ ഇട്ട് കുറച്ചു നേരം ഇളക്കണം. ശേഷം തക്കാളി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. പച്ചമണം പോയി എണ്ണ തെളിയുന്ന വരെ ഇളക്കണം.
പിന്നീട് ഉള്ളിയും മറ്റ് അടിച്ചു വെച്ച കൂട്ടിന് ഇതിലേക്ക് ചേർക്കണം. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല എന്നിവ ചേർക്കാം. ഈ മസാലകളുടെ പച്ചമണം പോകുന്നവരെ ഇളക്കണം. പിന്നീട് സ്റ്റൗ ഓഫാക്കിയ ശേഷം നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം. തൈര് പിരിയാണ്ടിരിക്കാനാണ് നമ്മൾ സ്റ്റൗ ഓഫാക്കുന്നത്. നന്നായി ഇളക്കിയ ശേഷം വീണ്ടും സ്റ്റൗ കത്തിക്കണം. ഇത് നന്നായി ഇളക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കണം. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഇനി ഇതിലേക്ക് പനീർ ക്യൂബ്സ് കൂടി ചേർക്കാം. പനീർ ക്യൂബ്സ് വറുത്തോ വറുക്കാണ്ടയോ കൂടി ചേർക്കാം. ഞാൻ ഇവിടെ വറുക്കാണ്ടയാണ് ചേർക്കുന്നത്. പനീർ ക്യൂബ്സ് ഇട്ട് നന്നായി ഇളക്കിയ ശേഷം തിളച്ചു വരുന്നവരെ കാത്തിരിക്കാം. നമുക്ക് 2 പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളക് നമുക്ക് ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യും. പിന്നെ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്താൽ നമുക്ക് സ്വാദിഷ്ടമായ പനീർ മസാല റെഡി. ചൂട് ചപ്പാത്തിയും ഈ പനീർ കറിയും കോമ്പിനേഷൻ അരേ വാ, സൂപ്പർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.